അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസം പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ പറയാനും കേൾക്കാനുമുള്ള ശക്തി നൽകണേ, പറയാനുള്ള അനുഗ്രഹവും ഈ കർമ്മം ചെയ്യാനുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അപ്പോൾ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 10 നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈത്രേയ മഹർഷിയും വിദുരരും തമ്മിലുള്ള സംവാദം. മൈത്രേയ മഹർഷി വിദുരര് ചോദ്യങ്ങൾ ചോദിക്കുന്നു. മൈത്രേയ മഹർഷി അതിനുള്ള മറുപടി നൽകുകയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഭഗവാനെ സ്തുതിച്ചതും പ്രാർത്ഥിച്ചതും തൻ്റെ ആഗ്രഹം ഭഗവാനെ ഉണർത്തിച്ചതും എല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥന, ഈ കർമ്മം ഞാൻ ഏത് സങ്കല്പത്തിൽ നിന്നുകൊണ്ട് സൃഷ്ടികർമ്മം ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് വെച്ചാൽ, കഴിഞ്ഞ കൽപ്പത്തിൽ ഞാൻ എങ്ങനെയാണ് ആ സൃഷ്ടികർമ്മം നടത്തിയത് എന്ന് ബ്രഹ്മദേവന് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ആ കർമ്മം എങ്ങനെ ചെയ്യണം, സൃഷ്ടി എന്ന കർമ്മം എപ്രകാരം ചെയ്യണം, എന്തിനെയൊക്കെ ഉണ്ടാക്കണം, എന്തിനെയൊക്കെയാണ് ഞാൻ സൃഷ്ടിക്കേണ്ടത്, പിന്നെ ഈ കർമ്മം ഞാൻ ഏത് സങ്കല്പം, മനസ്സിലൊരു സങ്കല്പം വെച്ചുകൊണ്ടാണല്ലോ ഏത് കർമ്മവും ചെയ്യുന്നത്. അപ്പോൾ ഈ ഏത് സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഞാൻ ഈ കർമ്മം ചെയ്യാനായിട്ട്. ഈ 2 ചോദ്യങ്ങളായിരുന്നു ബ്രഹ്മദേവൻ ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ അതിനുള്ള മറുപടി നൽകുകയാണ് ചെയ്തത്. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, എങ്ങനെയാണ് ഞാൻ ആ സൃഷ്ടികർമ്മം നടത്തേണ്ടത്. മുന്നത്തെ കൽപ്പത്തിൽ നമുക്കറിയാം 1000 ചതുർയുഗങ്ങൾ റിപ്പീറ്റേഷനാണ്. അത് റിപ്പീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും ആദ്യത്തെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. വീണ്ടും ഒരു ചെറിയ പ്രളയം വന്ന് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിങ്ങനെ 1000 പ്രാവശ്യമാണ് വന്നു പോവുക. ഇതാണ് ഈ 1000 പ്രാവശ്യം വന്നു പോകുന്നതാണ് ബ്രഹ്മാവിൻ്റെ പകൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സത്യയുഗം തുടങ്ങി ഏറ്റവും അവസാനത്തെ കലിയുഗത്തിൻ്റെ രാത്രി വരെ, അവസാന രാത്രി വരെ ബ്രഹ്മദേവൻ സൃഷ്ടിയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം വരുന്ന ആ കൽപ്പം അവസാനിക്കാനായിട്ടുള്ള നൈമിത്തിക പ്രളയം സംഭവിക്കുന്ന ആ പ്രളയജലം പോലും ബ്രഹ്മദേവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ആ പ്രളയജലത്തെ പോലും സൃഷ്ടിക്കുന്നത് ബ്രഹ്മദേവൻ തന്നെയാണ്. അപ്പം സകലതും, അപ്പം അത്രയും നാളും ബ്രഹ്മാവിൻ്റെ പകലിങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്നത്തെ കൽപ്പത്തിൽ ഞാൻ എന്തിനെയൊക്കെയാണ് സൃഷ്ടിച്ചത് എന്ന് ബ്രഹ്മാവിന് ഓർമ്മ വരാൻ, ആ സ്മരണ ഉണ്ടാവണമെങ്കിൽ വീണ്ടും 100 വർഷം മനസ്സേകാഗ്രമാക്കി ഞാൻ എന്ന ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന സങ്കല്പത്തിൽ മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് 100 ദിവ്യവർഷം തപസ് ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശം നൽകി. അങ്ങനെ തപസ് ചെയ്ത് കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ മുന്നത്തെ കൽപ്പത്തിൽ എന്തിനെയൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നുള്ള ആ സ്മരണ ഉണ്ടാവും. എല്ലാ ലോകങ്ങളെയും സർവചരാചരങ്ങളെയും ബ്രഹ്മാവിന് കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനെയൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് മനസ്സിലാവും. ഇനി ഏത് സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഈ കർമ്മം ചെയ്യണം എന്ന് ചോദിച്ചതിന് ഉത്തരം, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ട്, ഞാൻ എന്ന അഹങ്കാര ഭാവമില്ലാതെ. കാരണം നമ്മളതിൻ്റെ യഥാർത്ഥ താത്വികമായ വശം മനസ്സിലാക്കി. അതായത് ആ ബ്രഹ്മാവായി രൂപം പ്രാപിച്ച് ശരീരത്തെ സ്വീകരിച്ചു വന്നിരിക്കുന്നത് തന്നെ ആ സാക്ഷാൽ പരമാത്മാവ് തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്ന മായാശക്തിയെ ഉപയോഗിച്ച്, പ്രകൃതിയുടെ മായാശക്തിയെ ഉപയോഗിച്ച് ബ്രഹ്മാവിൻ്റെ സ്വരൂപത്തെ സ്വീകരിച്ച് സൃഷ്ടികർമ്മം നടത്തുകയാണ്. അപ്പോൾ ഈ സൃഷ്ടി നടത്തുന്നത് ആരാണെന്ന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ ശരീരത്തെ സ്വീകരിച്ച് ഈ കർമ്മം ചെയ്യുന്നത് അപ്പോൾ ആ ബ്രഹ്മാവിന്, അപ്പോൾ അതാണ് ആ അറിവ്. അപ്പോൾ ആ ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണ അർപ്പണം ചെയ്തുകൊണ്ട്
കർമ്മം ചെയ്യാനുള്ള സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. അപ്പോൾ കർമ്മം ചെയ്യേണ്ടത് ഏത് സങ്കല്പത്തിൽ നിന്നാണെന്നും ബ്രഹ്മാവിന് മനസ്സിലായി. എന്തിനെയൊക്കെയാണ് താൻ സൃഷ്ടിക്കേണ്ടതെന്നും ബ്രഹ്മാവിന് ഭഗവാന്റെ നിർദ്ദേശം ലഭിച്ചു. ആ അറിവ് കിട്ടാൻ 100 സംവത്സരം തപസ് ചെയ്യാനാണ് ഭഗവാൻ നിർദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ ലഭിച്ചു. അത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയത്. ഇനി 10ാമത്തെ അധ്യായത്തിൽ വിദുരർ മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ ബ്രഹ്മദേവൻ ഇനി സൃഷ്ടി നടത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സൃഷ്ടിയെ നടത്തുന്നത്? അതാണ് ചോദിക്കുന്നത്. ബ്രഹ്മദേവൻ ആദ്യം എന്തിനെയൊക്കെയാണ് സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ആ സൃഷ്ടികർമ്മം നടത്തുന്നത്, ആരെ ഇങ്ങനെ സൃഷ്ടിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പം ബ്രഹ്മാവിൻ്റെ ആ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വ്യത്യസ്ത സർവ്വചരാചരങ്ങളെ 14 ലോകങ്ങളെയൊക്കെ ബ്രഹ്മാവ് ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ വിദുരർ മൈത്രേയ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മൈത്രേയ മഹർഷി അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുന്നതാണ് 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അധ്യായം 10ലേക്ക് നമുക്ക് കടക്കാം. ശ്ലോകം 1. വിദുര ഉവാച. അപ്പം വിദുരർ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അന്തർഹിതേ ഭഗവതി ബ്രഹ്മാ ലോകപിതാമഹ പ്രജാ സസർജ കഥിത ദൈഹികി മാനസി വിഭുഹു. അന്തർഹിതേ ഭഗവതി ബ്രഹ്മാ ലോകപിതാമഹ പ്രജാ സസർജ കഥിത ദൈഹികി മാനസി വിഭുഹു. അതായത് അന്തർഹിതേ, അതായത് അന്തർദാനം ചെയ്യുക. ഭഗവാൻ ആ ആദിനാരായണ രൂപത്തിൽ ബ്രഹ്മദേവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. ആ ആദിനാരായണ വിരാട് സ്വരൂപ രൂപം കാണിച്ചു കൊടുത്തില്ലേ? അങ്ങനെയുള്ള ഭഗവതി എന്ന് വെച്ചാൽ ഭഗവാൻ അന്തർഹിതേ, അന്തർദാനം ചെയ്തു. അതായത് അപ്രത്യക്ഷനായപ്പോൾ ബ്രഹ്മാവ് ലോകപിതാമഹ, സർവ്വലോകങ്ങളുടെയും പിതാമഹനായിട്ടുള്ള വിഭുഹു, മഹാത്മാവുമായിട്ടുള്ള ബ്രഹ്മാവ് പ്രജാസസർജ, പ്രജകളെ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. കഥിത എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ദൈഹികി മാനസി. ബ്രഹ്മാവ് 2 തരത്തിലാണ്, 2 കാര്യങ്ങളിൽ നിന്നാണ് ആ സൃഷ്ടികർമ്മം നടത്തിയത്. ദൈഹികി സ്വന്തം ദേഹത്ത് നിന്നും, ശരീരത്തിൽ നിന്നും, മാനസി എന്ന് വെച്ചാൽ മനസ്സിൽ നിന്നും. അപ്പം ബ്രഹ്മദേവൻ എങ്ങനെയാണ് തൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആ പ്രജകളെ സൃഷ്ടിച്ചത്? അതാണ് വിദുരർ ചോദിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ ആദിനാരായണമൂർത്തി അപ്രത്യക്ഷമായതിനു ശേഷം ലോകത്തിൻ്റെ പിതാമഹനും മഹാത്മാവുമായ ബ്രഹ്മദേവൻ സ്വന്തം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എങ്ങനെയാണ് ആ പ്രജകളെ സൃഷ്ടിച്ചത് എന്നാണ് വിദുരർ ചോദിക്കുന്നത്. ശ്ലോകം 2. യേ ചമേ ഭഗവൻ പൃഷ്ട ത്വയി അർത്താ ബഹുവിത്തമാ താൻ വദസ്വ അനുപൂർവേണ ചിന്തി ന സർവസംശയാൻ. യേ ചമേ ഭഗവൻ പൃഷ്ട ത്വയി അർത്ഥ ബഹുവിത്തമ താൻ വദസ്വ അനുപൂർവേണ ചിന്തി ന സർവസംശയാൻ. യേ ച മേ ഭഗവാൻ, അതായത് യേ ച എന്ന് വെച്ചാൽ അർത്ഥം എന്തൊക്കെയാണ്, മേ എന്ന് വെച്ചാൽ ഞാൻ, ഭഗവാൻ അല്ലയോ മഹർഷിയെ. അപ്പോൾ ഇവിടെ വിദുരർ മൈത്രേയ മഹർഷിയെ വിളിക്കുകയാണ്. ഭഗവൻ അല്ലയോ മഹർഷിയെ, ഞാൻ എന്തൊക്കെയാണ് പൃഷ്ട എന്ന് വെച്ചാൽ ചോദിച്ചത്, ത്വയി അങ്ങയോട്, അർത്ഥ എന്ന് വെച്ചാൽ വിഷയങ്ങൾ, എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ്, ബഹുവിത്തമ എന്ന് മൈത്രേയ മഹർഷിയെ വിളിക്കുകയാണ് വിദുരർ. അല്ലയോ ഭഗവൻ, അങ്ങ് ബഹുവിത്തമ, എല്ലാ അറിവുമുള്ള ജ്ഞാനിയാണ് അങ്ങ്. അതാണ് മഹാജ്ഞാനി, അതാണ് ബഹുവിത്തമ എന്ന് പറയുന്നത്. മഹാജ്ഞാനിയായ അങ്ങയോട് ഞാൻ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണോ ചോദിച്ചത്, താൻ എന്ന് വെച്ചാൽ അവയെക്കുറിച്ചെല്ലാം വദസ്വ എനിക്ക് പറഞ്ഞു തന്നാലും, അനുപൂർവേണ, അതായത് അനുപൂർവേണ എന്ന് വെച്ചാൽ ക്രമാനുഗതമായി ഞാൻ എന്തൊക്കെ ചോദ്യങ്ങൾ അങ്ങയോട് ചോദിച്ചു അതേ ക്രമത്തിൽ, അതാണ് അനുപൂർവേണ, അതേ ക്രമത്തിൽ അവയ്ക്കുള്ള ഉത്തരം എനിക്ക് തന്നാലും. എന്നിട്ട് ചിന്തി ഛേദിച്ചു കളയുക. നഹ എന്ന് വെച്ചാൽ ഞങ്ങളുടെ സർവസംശയാൻ, ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള സകല സംശയങ്ങളെയും അങ്ങ് ഛേദിച്ചു കളഞ്ഞാലും. അതാണ് വിദുരർ മൈത്രേയ മഹർഷിയോട് പറയുന്നത്. അപ്പോൾ അല്ലയോ സർവജ്ഞാനിയായ മഹാത്മാവായിട്ടുള്ള മൈത്രേയ മഹർഷി, ഞാൻ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണോ അങ്ങയോട് ചോദിച്ചത്, അങ്ങ് ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഉത്തരം ക്രമാനുഗതമായി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, അങ്ങനെ ഞങ്ങളുടെ മനസ്സിലുള്ള ആത്മീയതയെക്കുറിച്ചുള്ള, ഈശ്വരനെക്കുറിച്ചുള്ള സർവ്വ സംശയങ്ങളും അങ്ങ് ഛേദിച്ചു കളഞ്ഞാലും. അതാണ് 2ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി
മൂന്നാമത്തെ ശ്ലോകം നോക്കൂ. സൂത ഉവാച എന്നാണ് പറയുന്നത്. അപ്പം അതായത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഭാഗവതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വിദുരരും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംവാദം പറഞ്ഞു കൊടുക്കുന്നത് ഗംഗാനദിയുടെ തീരത്തിരുന്ന് ശൗനക മഹർഷി ശ്രീ ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത്ത് ആ നിരാഹാരം ഇരിക്കുന്ന അവസാനത്തെ 7 ദിവസം ശ്രീ ശുഗബ്രഹ്മർഷിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വിദുര മൈത്രേയ സംവാദത്തെക്കുറിച്ച് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് നൈമിഷാരണ്യത്തിലിരുന്ന് സൂതമുനി ശൗനക മഹർഷി മുതലായ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഭാഗവതം പഠിക്കുന്നത് അങ്ങനെയാണ്. കലിയുഗ ആരംഭത്തിൽ നൈമിഷാരണ്യത്തിൽ മഹായജ്ഞം നടക്കുന്നിടത്ത് സൂതമുനി കയറി വരികയാണ്. അദ്ദേഹത്തോട് കലിയുഗത്തിലെ ജനങ്ങളുടെ ജീവിതം സമാധാനപൂർവമാക്കാൻ എന്താണ് അങ്ങേക്ക് പറഞ്ഞു തരാനുള്ളൊരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ, സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാഭാഗവതമാണ് പറഞ്ഞു കൊടുക്കുന്നത് സൂതമുനി. അപ്പോൾ സൂതമുനി പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതുപോലെ പരീക്ഷിത്ത് ശ്രീ ശുഗബ്രഹ്മർഷിയോട് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോൾ ശ്രീ ശുഗബ്രഹ്മർഷി എന്താണോ പറഞ്ഞു കൊടുത്തത് അത് തന്നെയാണ് സൂതമുനി പറയുന്നത് ഇവിടെ. അപ്പോൾ ഇത് വിദുര മൈത്രേയ സംവാദത്തെക്കുറിച്ച് പരീക്ഷത്തിന് ശ്രീ ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ സൂതമുനി ശൗനക മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൂത ഉവാച. വീണ്ടും നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയത് സൂത മഹർഷി പറയുന്നതായിട്ടല്ലേ. അപ്പോൾ സൂതമുനി പറയുന്നതായിട്ട് തന്നെ വീണ്ടും പറയാണ് സൂത ഉവാച. ഏവം സംചോദിതാത്തേന ക്ഷത്രാ കൗഷാരവോ മുനി പ്രീത പ്രത്യാഹ താൻ പ്രശ്നാൻ ഹൃദിസ്ഥാൻ അത ഭാർഗവ. ഏവം സംചോദിതാ തേന ക്ഷത്രാ കൗഷാരവോ മുനിഃ പ്രീതഃ പ്രത്യാഹ താൻ പ്രശ്നാൻ ഹൃദിസ്ഥാൻ അധഃ ഭാർഗവ. ഏവം ഇപ്രകാരം സംചോദിത ചോദിക്കപ്പെട്ട തേന ക്ഷത്ര എന്ന് വെച്ചാൽ വിദുരർ. ആ വിദുരരാൽ കൗഷാരവോ മുനി എന്ന് വെച്ചാൽ മൈത്രേയ മഹർഷി. ഇപ്രകാരം വിദുരരാൽ ചോദിക്കപ്പെട്ട ആ മൈത്രേയ മഹർഷി പ്രീതഃ വളരെ സന്തുഷ്ടനായിട്ട് പ്രത്യാഹ മറുപടി പറഞ്ഞു. താൻ പ്രശ്നാൻ വിദുരർ ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഹൃദിസ്ഥാൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുത്തു. ഭാർഗവ എന്ന് വിളിക്കുന്നത് ഇവിടെ സൂതമുനിയാണിത് പറയുന്നത്. അങ്ങനെ സൂതമുനി ഭാർഗവ എന്ന് വിളിക്കുന്നത് ശൗനക മഹർഷിയാണ്. ഭൃഗുവംശത്തിൽ പിറന്നവനെ, അതാണ് ഭാർഗവ എന്ന് വിളിക്കുന്നത്. ശൗനക മഹർഷി ഭൃഗുവംശത്തിലാണ് ജനിച്ചത്. അപ്പോൾ അല്ലയോ ഭൃഗുവംശത്തിൽ പിറന്നവനെ, ഇപ്രകാരം വിദുരരാൽ ചോദിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മൈത്രേയ മഹർഷി ആ ചോദ്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതാണ് ഹൃദിസ്ഥാൻ, ഹൃദയത്തിൽ കിടക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഓരോന്നിനായിട്ടുള്ള മറുപടി മൈത്രേയ മഹർഷി പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ശ്ലോകം 4. ഇപ്പോൾ ചോദിച്ച ചോദ്യം ബ്രഹ്മാവ് എങ്ങനെയാണ് സ്വന്തം ദേഹത്തു നിന്നും മനസ്സിൽ നിന്നും ആ സൃഷ്ടികർമ്മം ചെയ്തത് എന്നാണ്. അപ്പോൾ അതിനുള്ള ഉത്തരാണ് ഇനി പറയുന്നത്. ശ്ലോകം 4. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി മറുപടി പറഞ്ഞു. വിരിഞ്ചഃ അഭി തഥാ ചക്രേ ദിവ്യം വർഷശതം തപഃ ആത്മനി ആത്മാനമാവേശ്യ യത് ആഹ ഭഗവാൻ അജഃ. വിരിഞ്ചഃ അഭി തഥാ ചക്രേ ദിവ്യം വർഷശതം തപഃ ആത്മനി ആത്മാനമാവേശ്യ യദ ആഹ ഭഗവാൻ അജഃ. അതായത് വിരിഞ്ചഃ അഭി ബ്രഹ്മാവാണെങ്കിൽ പോലും തഥാ അതുപോലെ ദിവ്യം വർഷശതം 100 ദിവ്യമായ വർഷങ്ങൾ തപസ് ചക്രേ ചെയ്തു. അപ്പോൾ ഭഗവാന്റെ ആദിനാരായണ മൂർത്തിയുടെ നിർദ്ദേശം ഇതായിരുന്നു. എന്തിനെയൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് ഓർമ്മ വരണമെങ്കിൽ, മുൻകൽപ്പത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഓർമ്മ വരണമെങ്കിൽ മനസ്സ് ഞാൻ പരമാത്മാവ് ഒന്ന് തന്നെ എന്ന സങ്കല്പത്തിൽ ലയിപ്പിച്ചുകൊണ്ട് 100 വർഷം ദിവ്യവർഷം തപസ് ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. അപ്പം അതുപോലെ ഭഗവാന്റെ ആ നിർദ്ദേശം അനുസരിച്ച് ബ്രഹ്മദേവൻ പോലും 100 ദിവ്യമായ വർഷം തപസ് ചെയ്തു. അതെങ്ങനെയാണ് ചെയ്തത്? ആത്മനി ആത്മാനം ആവേശ്യ. ഞാൻ എന്ന ജീവാത്മാവും ആത്മാനം സാക്ഷാൽ പരമാത്മാവും ആവേശ്യ എന്ന് വെച്ചാൽ പരമാത്മാവിലേക്ക് ലയിപ്പിച്ചു എന്ന് വെച്ചാൽ
ഞാനും ഭഗവാനും ഒന്ന് തന്നെ എന്ന അദ്വൈത തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതായത് ആ പരമാത്മാവിൻ്റെ ശരീരത്തിലിരുന്ന പ്രതിബിംബമാണ് ജീവാത്മാവ്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെ എന്നാണ് അർത്ഥം. ശരീരത്തിൽ വന്ന ആ ഒരു കുടത്തിൽ, ആകാശത്തിലൊരു കുട ഇരിക്കുന്നത് പോലെയല്ലേ, ആ കുടത്തിനകത്തിരിക്കുന്ന ആകാശത്തിൻ്റെ സ്ഥലം, ആ സ്പേസ്, അതാണ് വിശാലമായ ആകാശം പരമാത്മാവ്. അതിനകത്തൊരു പാത്രം വെച്ചാൽ ആ പാത്രത്തിലിരിക്കുന്ന ആകാശം ഉണ്ടല്ലോ, അതാണ് ജീവാത്മാവ്. അപ്പം ശരീരത്തിലിരിക്കുന്നത് ജീവാത്മാവ്, വിശാലമായ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവ് എന്ന ചൈതന്യം. അപ്പോൾ ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമായ ജീവാത്മാവും ഞാനും ആ പരമാത്മാവും ഭഗവാനും ഒന്ന് തന്നെ എന്ന തത്വത്തിൽ മനസ്സ്, അസങ്കല്പത്തിൽ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് യത് ആഹ ഭഗവാൻ അജ, ഭഗവാൻ അജ, ജനന മരണമില്ലാത്ത ആ ഭഗവാൻ യത് ആഹ, എന്താണോ എന്നോട് നിർദ്ദേശിച്ചത് അത് ബ്രഹ്മദേവൻ അനുഷ്ഠിച്ചു എന്ന് മനസ്സിലായില്ലേ. ഭഗവാന്റെ നിർദ്ദേശം എന്തായിരുന്നു? ആ 100 ദിവ്യവർഷങ്ങൾ മനസ്സ് എന്നിലേക്ക്, ഭഗവാനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യൂ. അപ്പോൾ മുൻകൽപ്പത്തിൽ എന്തിനെയൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നുള്ള സ്മരണ മനസ്സിൽ തെളിഞ്ഞു വരും എന്നാണ് ഭഗവാൻ നിർദ്ദേശിച്ചത്. അപ്പോൾ ബ്രഹ്മാവ് ആദ്യം ആ തപസ് ചെയ്തു. ശ്ലോകം 5. അപ്പോഴാണ് അദ്ദേഹം ഓരോന്ന് കാണുന്നത്. തദ്വിലോക്യ അബ്ജസംഭൂതോ വായുനാ യദധിഷ്ഠിതഃ പത്മം അംബഃ ച അംബശ്ച തത്കാലകൃതവീര്യേണ കമ്പിതം. തദ്വിലോക്യ അബ്ജസംഭൂതോ വായുനാ യദധിഷ്ഠിതഃ പത്മം അംബഃ ച അംബശ്ച തത്കാലകൃതവീര്യേണ കമ്പിതം. അതായത് തദ്വിലോക്യ, അത് കണ്ടു എന്ന്. ബ്രഹ്മാവ് എന്താ കണ്ടതിനി? അബ്ജസംഭൂതോ, താമരയിൽ സ്ഥിതി ചെയ്യുന്ന, താമരയിൽ ജനിച്ച, ആവിർഭവിച്ച ആ ബ്രഹ്മദേവൻ അത് കണ്ടു. കണ്ടത് വായുന, ശക്തമായ കാറ്റ്. യത് ശക്തമായ കാറ്റ് കണ്ടു. യത് ആധിഷ്ഠിത, താൻ ഇരിക്കുന്ന, ആധിഷ്ഠം എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുക, താൻ സ്ഥിതി ചെയ്യുന്ന പത്മം, ആ താമരയും, അംബഹ ച, ആ പ്രളയജലവും, ആ പ്രളയജലത്തിൽ നിന്നാണല്ലോ താമര ഉണ്ടായത്, ആ താമരയും ആ പ്രളയജലവും തത്കാലകൃത വീര്യേണ, ആ പ്രകൃതി ശക്തിയുടെ, ആ കാലശക്തിയുടെ ശക്തമായ വീര്യത്താൽ, അതിൻ്റെ പ്രവൃത്തിയാൽ, വീശിയടിക്കുന്ന കാറ്റിനാൽ താൻ സ്ഥിതി ചെയ്യുന്ന, താൻ ഇരിക്കുന്ന ആ താമരയും പ്രളയജലവും കമ്പിതം, വിറയ്ക്കുന്നതായിട്ട്, ഇങ്ങനെ ഇളകുന്നതായിട്ട് ബ്രഹ്മദേവൻ കണ്ടു. അപ്പം ആദ്യം കണ്ടത് എന്തായിരുന്നു? താൻ ഇരിക്കുന്ന ആ താമരയും അതുപോലെ ആ താമര നിൽക്കുന്ന ആ പ്രളയജലവും, ശക്തമായ കാറ്റിൽ പ്രളയജലം ഇങ്ങനെ ഇളകി മറിയുന്നതായും താമര ഇങ്ങനെ വിറയ്ക്കുന്നതായിട്ടും ബ്രഹ്മദേവൻ കണ്ടു. ആ പ്രകൃതി ശക്തിയുടെ അതീവ വീര്യത്താൽ, ആ പ്രവൃത്തിയാൽ ഇതിങ്ങനെ വിറയ്ക്കുന്നത്. ആ ചലനം എന്ന് പറയുന്നാൽ പ്രകൃതിയാണെന്നറിയാലോ, മായാശക്തിയാണ് ആ ചലിക്കുന്നത്. അപ്പോൾ ആ മായാശക്തിയുടെ പ്രവൃത്തിയാൽ, അതിൻ്റെ ശക്തിയാൽ ഈ പ്രളയജലവും താമരയും കിടന്ന് വിറയ്ക്കുന്നതായി, ഇളകുന്നതായിട്ട് ബ്രഹ്മദേവൻ കണ്ടു. ശ്ലോകം 6. തപസാഹി ഏതമാനേന വിദ്യയാ ച ആത്മസംസ്ഥയാ വിവൃദ്ധ വിജ്ഞാനബലഃ ന്യഭാത് വായും സഹ അംബസ. തപസാഹി ഏതമാനേന വിദ്യയാ ച ആത്മസംസ്ഥയാ വിവൃദ്ധ വിജ്ഞാനബലഃ ന്യഭാത് വായും സഹ അംബസ. അതായത് തപസ് ചെയ്ത്, ഏതമാനേന എന്ന് വെച്ചാൽ വർദ്ധിച്ചു വന്ന, വിദ്യയാ, അറിവിനാൽ. അപ്പം 100 വർഷത്തെ തപസ്, ഇതിന് മുന്നേയും 100 വർഷത്തെ തപസ് ചെയ്തു. ഇങ്ങനെയുള്ള നിരന്തരമായ തപസ്സിനാൽ വർദ്ധിച്ചു വന്ന ജ്ഞാനം, വിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനത്താൽ, ആത്മസംസ്ഥയ, ആ ഭഗവാനിൽ, പരമാത്മാവിൽ ഉറച്ചു നിൽക്കുന്ന, വിവൃദ്ധ, വർദ്ധിച്ചു വരുന്ന വിജ്ഞാനബലഃ, വിജ്ഞാനത്തിൻ്റെ ബലത്താലും. ജ്ഞാനം എന്ന് വെച്ചാൽ കേട്ടറിയുന്നത്, അറിവ്, ജ്ഞാനം. വിജ്ഞാനം എന്ന് വെച്ചാൽ കേട്ട ജ്ഞാനത്തെ അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോഴാണ് അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കുമ്പോഴാണ് ജ്ഞാനം വിജ്ഞാനമാകുന്നത്. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാനിൽ നിന്ന് കേട്ടറിഞ്ഞ ജ്ഞാനം വിജ്ഞാനമാകാൻ 100 വർഷത്തെ ഏകാഗ്രമായ തപസ് അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് അനുഭവിച്ചറിയാൻ പറ്റി. ഞാനും പരമാത്മാവും ഒന്ന് തന്നെ എന്ന സങ്കല്പത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, അനുഭവിക്കാനായിട്ട് ബ്രഹ്മദേവന് സാധിച്ചു. അങ്ങനെ അതാണ് പറയുന്നത്, 100 ദിവ്യ വർഷത്തെ തപസ്സുകൊണ്ട് വർദ്ധിച്ചു വന്ന അറിവിനാലും, ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്ന ഏകാഗ്രമായ മനസ്സോടുകൂടി തപസ് ചെയ്തപ്പോൾ വർദ്ധിച്ചു വന്ന വിജ്ഞാനത്തിൻ്റെ ബലത്താലും, ആ ജ്ഞാനം വിജ്ഞാനമായതിൻ്റെ ശക്തിയാലും, ന്യഭാത് എന്ന് വെച്ചാൽ കുടിച്ചു, പാനം ചെയ്തു, വായു, ആ ശക്തമായ കാറ്റിനെയും, സഹ, അതോടൊപ്പം അംബസ, ആ പ്രളയജലത്തെയും.
അപ്പോൾ ബ്രഹ്മദേവൻ ആ വർദ്ധിച്ചു വന്ന ജ്ഞാനത്താലും വിജ്ഞാനത്താലും തപസ് ചെയ്തപ്പോൾ കിട്ടിയ ആ ശക്തിയാൽ, ആ വിജ്ഞാനത്തിൻ്റെ ബലത്താൽ, ശക്തിയാൽ ആ ശക്തമായി വീശിയടിക്കുന്ന കാറ്റും അതോടൊപ്പം ഇളകി മറിയുന്ന ആ പ്രളയജലത്തെയും അങ്ങ് പാനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശക്തമായ കാറ്റും ഈ പ്രളയജലവും കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ, ആ കൽപ്പത്തിൽ കലിയുഗത്തിലെ അവസാന രാത്രിയിൽ ബ്രഹ്മദേവൻ തന്നെയാണ് ഈ സർവവും സംഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ശക്തമായ കാറ്റും അതുപോലെ തന്നെ ഈ പ്രളയജലത്തെയും ഒക്കെ ഭഗവാൻ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് അത് വന്നത്. ഇപ്പോൾ ആ ബ്രഹ്മദേവൻ ഇനി ബ്രഹ്മാവിൻ്റെ പകലായി, ബ്രഹ്മദേവൻ ഇനി സൃഷ്ടി ചെയ്യണം. അപ്പോൾ ഈ സംഹരിക്കാൻ വേണ്ട ദ്രവ്യങ്ങളൊന്നും ഇനി ആവശ്യമില്ല. ഈ വീശിയടിക്കുന്ന കാറ്റും അതുപോലെ ഈ പ്രളയജലവും ഒന്നും ഇനി ആവശ്യമില്ല. ഇനി ഇത് ഈ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവിന് രാത്രിയാവുമ്പോൾ, അതായത് 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞ് അവസാന കലിയുഗത്തിലെ അവസാന രാത്രിയിൽ അന്നാണ് ഈ ശക്തമായ കാറ്റും ഈ പ്രളയം ജലവും ഒക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ബ്രഹ്മദേവനിൽ നിന്ന് തന്നെ അതൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ ബ്രഹ്മദേവൻ അതിനെയൊക്കെ പാനം ചെയ്തിരുന്നത്. കാരണം ബ്രഹ്മാവിന് മനസ്സിലായി ഇത് എന്നിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ വന്നത്. അങ്ങനെയാണ് ഇതൊക്കെ എല്ലാം നശിച്ചത്, സംഹരിക്കപ്പെട്ടത്. എന്നിട്ട് ഈ 14 ലോകങ്ങളും സർവ്വചരാചരങ്ങളും ബ്രഹ്മാവിലെ ഉള്ളിലേക്ക് ലയിച്ചു. ബ്രഹ്മാവ് അത് ഉള്ളിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ ബ്രഹ്മാവ് അടക്കം ആ താമരയുടെ ഉള്ളിലേക്ക് ലയിച്ചു. താമര ഭഗവാന്റെ ഉദരത്തിലേക്കും ലയിച്ചു. അങ്ങനെയാണ് പോയത്. ഇപ്പോൾ വീണ്ടും താമര വന്നു, താമരയിൽ നിന്ന് ബ്രഹ്മാവ് വന്നു. ഇനി ബ്രഹ്മാവ് ആദ്യം എന്താ ചെയ്യുന്നത്? ഇനി സൃഷ്ടികർമ്മം നടത്തണമെങ്കിൽ കഴിഞ്ഞ കൽപ്പത്തിൻ്റെ ബാക്കി സംഹാരത്തിനായിട്ട് തന്നിൽ നിന്ന് പുറത്തു വന്ന പ്രളയജലത്തെയും കാറ്റിനെയും തിരിച്ചെടുക്കണം. അത് ബ്രഹ്മാവിന് ഭഗവാൻ തന്നെ മനസ്സിൽ തെളിയിച്ചു കൊടുത്തു, ഇതാണ് നീ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ ആ പാനം ചെയ്തു. ആ വായുവിനെയും ആ പ്രളയജലത്തെയും പാനം ചെയ്തപ്പോൾ അവിടെ മാഗം ശൂന്യമായി, അവിടെ മാഗം സമാധാനവും ശാന്തമായി തീർന്നു. ഇനി അതിലേക്കാണ് അദ്ദേഹം സത്യയുഗത്തിലേക്ക് വേണ്ട സർവ്വതിനെയും സൃഷ്ടിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. അവയെല്ലാം ബ്രഹ്മാവിലേക്ക് തന്നെ ബ്രഹ്മാവ് തന്നെ സൃഷ്ടിച്ച് അതിനെയെല്ലാം ബ്രഹ്മാവ് തന്നെ പാനം ചെയ്തു ഉള്ളിലൊതുക്കി, ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി. ശ്ലോകം 7. തദ് വിലോക്യ വിയത് വ്യാപി പുഷ്കരം യത് അധിഷ്ഠിതം അനേന ലോകാൻ പ്രാക്ലീനാൻ കൽപ്പിത അസ്മി ഇതി അചിന്തയത്. തദ് വിലോക്യ, അത് കണ്ടിട്ടെന്ന്. വിയത് വ്യാപി, അപ്പം അതിനുശേഷം ബ്രഹ്മാവ് കണ്ടത് എന്താണെന്നോ? പുഷ്കരം യത് അധിഷ്ഠിതം, എവിടെയാണോ അധിഷ്ഠിതം താൻ സ്ഥിതി ചെയ്യുന്നത്, പുഷ്കരം, ആ താമര വിയത് വ്യാപിന്ന് ആകാശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതായിട്ട് ബ്രഹ്മാവ് കണ്ടു. അതുവരെ ബ്രഹ്മാവിന് ഈ പ്രളയജലവും ഈ കാറ്റും കാരണം അതൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പം ശാന്തമായി, കാറ്റും കോളും ഒക്കെ പോയി, പ്രളയജലവും ഒക്കെ പോയി ശാന്തമായപ്പോഴാണ് ബ്രഹ്മാവ് കാണുന്നത് താൻ സ്ഥിതി ഇരിക്കുന്ന ഈ പത്മം ആകാശം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ വികസിച്ചു നിൽക്കുന്നതായിട്ട് ബ്രഹ്മദേവൻ കണ്ടു. അതുമാത്രമല്ല, അനേന ലോകാൻ പ്രാക്ലീലാൻ, ആ താമരയുടെ ഉള്ളിൽ മുഴുവൻ ലോകങ്ങളും ലയിച്ചിരിക്കുന്നതായും കണ്ട ബ്രഹ്മാവിന് കൽപ്പിതം അസ്മി, ഇനി അതിനെയെല്ലാം സൃഷ്ടിക്കണമെന്ന് ഇപ്രകാരം അചിന്തയത്, ചിന്ത വന്നു എന്ന്. അപ്പം ബ്രഹ്മാവിന് മനസ്സിലായി ഇതൊക്കെ എവിടെ ഇരിക്കണേന്ന്. താനടക്കം ഈ പ്രളയജലത്തോടൊപ്പം സർവപ്രപഞ്ചവും ചരാചരങ്ങളും ബ്രഹ്മാവ് സ്വീകരിച്ച് ബ്രഹ്മാവടക്കം ഈ താമരയിലേക്കാണ് പോയത്. ആ താമരയിൽ നിന്ന് ഇപ്പം താൻ വന്നു. ഈ പ്രളയജലവും വായുവും ഒക്കെ പോയി ശാന്തമായ അന്തരീക്ഷം വന്നപ്പോൾ ബ്രഹ്മാവ് കണ്ടു താൻ സ്ഥിതി ചെയ്യുന്ന ആ താമര ആകാശം മുട്ടെ വ്യാപിച്ചു നിൽക്കുന്നു. അതിനകത്ത് താൻ സൃഷ്ടിക്കേണ്ടതായ, പ്രദർശിപ്പിക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയാണോ ആ മുഴുവൻ പ്രപഞ്ചവും ആ താമരയുടെ ഉള്ളിൽ ലീനമായിരിക്കുന്നത്. നമുക്കറിയാം, ഈ താമരയുണ്ടായത് ഭഗവാന്റെ ഉദരത്തിൽ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന സകല ചരാചരങ്ങളും ആ ഒരു സൂക്ഷ്മരൂപത്തിൽ കൂടി ചേർന്ന് ഒരു മുട്ടായിട്ട് ആ താമരമുട്ട പുറത്തേക്ക് വന്നത്. അപ്പോൾ സൃഷ്ടിക്കപ്പെടേണ്ട, പ്രദർശിപ്പിക്കപ്പെടേണ്ട സർവചരാചരങ്ങളും എല്ലാ ലോകങ്ങളും ഈ താമരയുടെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിലിരിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് അനേന ലോകാൻ പ്രാക്ലീലാൻ, എല്ലാ ലോകങ്ങളും സർവചരാചരങ്ങളും ആ താമരയുടെ ഉള്ളിൽ ലയിച്ചിരിക്കുന്നത് കണ്ട ബ്രഹ്മാവിന് മനസ്സിലായി കൽപ്പിത അസ്മി, അതിനെയെല്ലാം ഞാൻ പ്രദർശിപ്പിക്കണം. അതായത് ഇല്ലാത്ത ഒന്നിനെ ഞാൻ സൃഷ്ടിക്കുകയല്ല വേണ്ടത്, എല്ലാം ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇവിടെ, എല്ലാത്തിൻ്റെയും വിത്തുകൾ ഇവിടെയുണ്ട് സൂക്ഷ്മരൂപത്തിൽ. ഇനി അതിനെ
സ്ഥൂല രൂപം നൽകി ഈ ലോകത്തിലേക്ക് പ്രദർശിപ്പിക്കുക. അതാണ് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കർമ്മം അതാണെന്ന് ബ്രഹ്മദേവന് മനസ്സിലായ. എല്ലാം സൂക്ഷ്മരൂപത്തിൽ ഈ താമരയിൽ ഇരിക്കുന്നുണ്ട്. ഭഗവാൻ എല്ലാത്തിൻ്റെയും വിത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, എല്ലാ ലോകങ്ങളുടെയും സർവചരാചരങ്ങളുടെയും. അപ്പം അതിനെയെല്ലാം ഇനി സ്ഥൂല രൂപം നൽകി പുറത്തേക്ക് പ്രദർശിപ്പിക്കുക. അതുമാത്രമാണ് തനിക്ക് ചെയ്യാനുള്ള സൃഷ്ടികർമ്മം, അതാണ് താൻ ചെയ്യേണ്ട സൃഷ്ടികർമ്മം എന്ന് ബ്രഹ്മദേവൻ അചിന്തയത്ത് എന്ന് വെച്ചാൽ ചിന്തിച്ചു. അത് ബ്രഹ്മദേവന് മനസ്സിലായി എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മാവ് വരെയുള്ള സൃഷ്ടി. അപ്പം ബ്രഹ്മദേവൻ ഇനി സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതിനെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുക. അതാണ് ബ്രഹ്മദേവൻ നടത്തുന്ന സൃഷ്ടി. അപ്പം അതുവരെയുള്ളതിനെ സർഗമെന്നും ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടികർമ്മത്തെ വിസർഗമെന്നുമാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പം സർഗം എന്ന് വെച്ചാൽ പരമാത്മാവിൽ നിന്നും ഇപ്പോൾ ബ്രഹ്മദേവൻ ഉണ്ടായതുവരെയുള്ള ഭാഗം, അതാണ് സർഗം എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മദേവൻ ആ താമരയിൽ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചിരിക്കുന്ന സർവ്വതിനെയും പുറത്തേക്ക് പ്രദർശിപ്പിക്കാൻ സ്ഥൂല രൂപം ശരീരരൂപം നൽകി പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അതിനെ വിസർഗമെന്നും വിളിക്കുന്നു. അപ്പം അങ്ങനെ രണ്ട് സൃഷ്ടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവന് മനസ്സിലായി, ഇനി അതിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ശ്ലോകം 8. പത്മകോശം തദാവേശ്യ ഭഗവത് കർമ്മചോദിതഃ ഏകം വ്യഭാംക്ഷീത് ഉരുദാ വ്യഭാംക്ഷീത് ഉരുദാ ത്രിദാ ഭാവ്യം ദ്വിസപ്തദാ. അതായത് പത്മകോശം ആ താമരയുടെ ഉള്ളിലേക്ക് തഥാവേശ്യ ബ്രഹ്മദേവൻ പ്രവേശിച്ചു എന്ന്. അപ്പോൾ ആ താമരയുടെ ഉള്ളിൽ സൂക്ഷ്മമായി ഇരിക്കുന്നതിനെയാണല്ലോ ഇനി പുറത്തേക്ക് പ്രദർശിപ്പിക്കേണ്ടത്. അപ്പം ബ്രഹ്മദേവൻ ആ താമരയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഭഗവത് കർമ്മചോദിത, ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട് ആ താമരയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഏകം ഒന്നായി മാത്രം ഇരിക്കുന്ന ആ ആകാശം മൊട്ടെ വ്യാപിച്ചു നിൽക്കുന്ന ആ താമരയെ വ്യഭാംക്ഷീത് എന്ന് വെച്ചാൽ വിഭജിച്ചു എന്ന്. എത്ര? ത്രിത, 3ആയി വിഭജിച്ചു. എന്നിട്ട് പറയാണ് ദ്വിസപ്തദ എന്ന് വെച്ചാൽ 14, 2 സപ്തം 7. അപ്പം ദ്വിസപ്തദ എന്ന് വെച്ചാൽ 14ഉം ഉരുത അതിൽ മീതെയും ഭാവ്യം എന്ന് വെച്ചാൽ സൃഷ്ടിക്കാൻ ശക്തിയുള്ള ആ താമരയെ 3ആയി ബ്രഹ്മദേവൻ ആദ്യം വിഭജിച്ചു. അതാണ് പറയുന്നത്. അപ്പം ആ താമരയുടെ ഉള്ളിലുള്ള സൂക്ഷ്മരൂപത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ, സ്ഥൂല രൂപം നൽകി പ്രദർശിപ്പിക്കാൻ ബ്രഹ്മദേവൻ ആ ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട ആ സൃഷ്ടികർമ്മം ചെയ്യാനായി ആ താമരയുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് പ്രവേശിച്ചിട്ട് 14 അതിൽ കൂടുതലോ സൃഷ്ടിക്കാൻ ശക്തിയുള്ള പലതായി പിരിയാൻ ശക്തിയുള്ള ആ താമരയെ ആദ്യം 3ആയി വിഭജിച്ചു എന്ന് വെച്ചാൽ ആ 3 ഏതായിരിക്കും? സ്വർലോകം, ഭൂലോകം, പാതാളം. സ്വർഗലോകം, ഭൂലോകം, ഭൂമി, പാതാളം, അങ്ങനെ 3ആയിട്ട് ആ താമരയെ ആദ്യം വിഭജിച്ചു. അപ്പോൾ ബ്രഹ്മാവ് താമരയുടെ ഉള്ളിൽ സൂക്ഷ്മമായിരിക്കുന്ന പ്രപഞ്ചത്തെ ആദ്യം വിഭജിച്ചത് 3ആയിട്ടാണ്. സ്വർലോകം, ഭൂലോകം, പാതാളം, അങ്ങനെ 3ആയിട്ടാണ് വിഭജിച്ചത്. അതിൽ കൂടുതൽ 14ഉം അതിൽ കൂടുതൽ ആയും വിഭജിക്കാനായിട്ട് ശക്തിയുള്ള താമരയാണ് അത്. പക്ഷെ ആദ്യം ബ്രഹ്മാവിന് ഉള്ളിൽ തോന്നിയ ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടത് 3ആയി വിഭജിക്കാനാ. അപ്പം 3ആയിട്ട് ബ്രഹ്മദേവൻ ആ താമരയെ വിഭജിച്ചു. ഇനി എന്തുകൊണ്ടാണ് ആ 3ആയി വിഭജിക്കാൻ പറഞ്ഞത്? അതാണ് ശ്ലോകം 9 പറയുന്നത്. ഏതാവാൻ ജീവലോകസ്യ സംസ്ഥാഭേദസമാഹൃത ധർമ്മസ്യ ഹി അനിമിത്തസ്യ വിഭാഗഃ പരമേഷ്ടി അസൗ. അതായത് ഏതാവാൻ ഈ 3 ലോകങ്ങൾ സൃഷ്ടിക്കാനുള്ള, ആദ്യം ഈ 3 ലോകങ്ങളെ സൃഷ്ടിക്കാനുള്ള കാരണം ജീവലോകസ്യ, അതായത് ഈ ലോകത്തുള്ള സകല ജീവസത്തകൾക്കും സംസ്ഥാഭേദ, അതായത് അവർക്ക് ജീവിക്കാനായിട്ടുള്ള ആ ഒരു അവരുടെ അധിവാസം എന്ന് പറയില്ലേ, അവർക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം, അവരുടെ അധിവാസം എന്ന് പറയാൻ അതിനുള്ള സാഹചര്യം ഇതാണ്, ഈ 3 ലോകമാണെന്ന് സമാഹൃത മനസ്സിലാക്കിയിട്ടാണ് ബ്രഹ്മദേവൻ ആദ്യം ഈ 3 ലോകങ്ങളെ സൃഷ്ടിച്ചത്. അതായത് ശരീരരൂപത്തിൽ ഉള്ള ജീവസത്തകൾ, അതായത് ജീവാത്മാവ് ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ശരീരരൂപം സ്വീകരിച്ച് ജീവിക്കാനുള്ള അധിവാസ കേന്ദ്രം എന്ന് പറയുന്നത് ഈ 3 ലോകങ്ങളാണെന്ന്. സ്വർലോകവും ഭൂലോകവും പാതാളവും, ഈ 3 ലോകങ്ങളിലാണ് സ്ഥൂലമായ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട്
ജീവസത്തകൾക്ക് ജീവിക്കാനുള്ള അധിവാസ കേന്ദ്രം. അത് മനസ്സിലാക്കിയപ്പോൾ, അതാണ് സമാഹൃത, അത് മനസ്സിലാക്കിയപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഭഗവാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ തോന്നിപ്പിച്ചപ്പോൾ ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത് ഈ 3 ലോകങ്ങളെയാണ്. അതെങ്ങനെയാണ് ഇനി സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. പരമേഷ്ടി അസൗ എന്നുവെച്ചാൽ പരമമായ ഏറ്റവും ശ്രേഷ്ഠമായ സത്യലോകത്തിലിരുന്നു കൊണ്ട് അസൗ ആ ബ്രഹ്മദേവൻ ധർമ്മസ്യ, ഇതാണ് ഈ കർമ്മമാണ് തൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി, അനിമിത്തസ്യ അതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഒരല്പം പോലും ആഗ്രഹിക്കാതെ നിഷ്കാമമായിട്ട് വിഭാഗ പക്വതയുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആ കർമ്മത്തെ ചെയ്യാൻ ആരംഭിച്ചു. മനസ്സിലായില്ലേ? ശ്രേഷ്ഠമായ സത്യലോകത്തിൽ ഇരിക്കുന്ന ബ്രഹ്മദേവൻ ഇതാണ് തൻ്റെ കർമ്മം, ഈ സൃഷ്ടി. അപ്പോൾ തൻ്റെ സ്വധർമ്മം ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കർമ്മം നിഷ്കാമമായിട്ട് പക്വമായ അറിവിനാൽ ബ്രഹ്മദേവൻ ആദ്യം തന്നെ ഈ താമരയെ ആകാശം മുട്ടം വ്യാപിച്ചു നിൽക്കുന്ന ഈ താമരയെ 3ആയിട്ട് വിഭജിച്ചു. കാരണം എല്ലാ ജീവാത്മാവിനും ഒരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ അധിവസിക്കാനുള്ള അധിവാസ സാഹചര്യം കേന്ദ്രം എന്ന് പറയുന്നത് ഈ 3 ലോകങ്ങളാണ്. അതുകൊണ്ട് ആ 3 ലോകങ്ങളെയാണ് ആദ്യം, അത് മനസ്സിനുള്ളിൽ തോന്നിയപ്പോഴാണ് ആ 3 ലോകങ്ങളെ സൃഷ്ടിച്ചത്. അതും ഏറ്റവും ധാർമ്മികമായ രീതിയിൽ എന്ന് വെച്ചാൽ ഞാനല്ല, എൻ്റെ ബുദ്ധിയിലല്ല, ഭഗവാനാണ് പ്രേരിപ്പിക്കുന്നത്, ഭഗവാനാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്, ശക്തിയായി ആ പ്രകൃതിയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട്, അതാണ് ഏറ്റവും ധാർമ്മികമായിട്ടും അതുപോലെ നിഷ്കാമമായിട്ടും പക്വമായ ആ അറിവിൽ നിന്നുകൊണ്ട് ബ്രഹ്മദേവൻ തൻ്റെ സൃഷ്ടി ആരംഭിച്ചു. ശ്ലോകം 10. അപ്പോൾ വിദുര ഉവാച, ഇത് മൈത്രേയ മഹർഷി പറഞ്ഞപ്പോൾ വിദുരര് ചോദിക്കുകയാണ് കേട്ടോ. യഥാ ആത്ത ബഹുരൂപസ്യ ഹരേ അദ്ഭുത കർമ്മണഃ കാലാക്യാം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയ നഃ പ്രഭോ. യഥാ ആത്ത ബഹുരൂപസ്യ ഹരേ അദ്ഭുത കർമ്മണഃ കാലാക്യം ലക്ഷണം ബ്രഹ്മൻ യഥാ വർണ്ണയ നഃ പ്രഭോ. അല്ലയോ പ്രഭോ, വിദുരര് മൈത്രേയ മഹർഷിയെ വിളിക്കുകയാണ്. യഥാ ആത്ത, അങ്ങ് ഇതിനു മുൻപ് പറഞ്ഞു തന്നില്ലേ, ബഹുരൂപസ്യ പല രൂപങ്ങളിൽ, ഹരേ ആ ഭഗവാൻ ശ്രീഹരി, അത്ഭുത കർമ്മണ പല പല കർമ്മങ്ങൾ എടുക്കാനായിട്ട് തന്നിൽ തന്നെ ലയിച്ചു ചേർന്ന ആരെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ആ പരമാത്മാവ് ബോധസ്വരൂപൻ അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപനായ പുരുഷൻ പല പല ശരീരരൂപങ്ങൾ എടുക്കാനും പല പല കർമ്മങ്ങൾ ചെയ്യാനും ആരെയാ സ്വീകരിച്ചത്? തന്നിൽ തന്നെ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരാളെ ഉപകരണമാക്കിയിരുന്നു. കാലാക്യാം, കാലമെന്ന ശക്തി, അതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്? ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, അത് യഥാ വർണ്ണയ, അത് വളരെ വ്യക്തമായ രീതിയിൽ നഹ ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും. അതാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞില്ലേ, ബ്രഹ്മദേവൻ ധാർമ്മികമായി നിഷ്കാമമായി ആ കർമ്മം ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വിദുരര് ചോദിക്കുകയാണ്, അങ്ങ് ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്, അതായത് ഭഗവാൻ ആ വിരാട് സ്വരൂപൻ ഉറങ്ങിക്കിടക്കുമ്പോൾ കാലശക്തിയാണ് വിരാട് സ്വരൂപനെ ഉണർത്തിയത്, എന്നിട്ട് കാലശക്തിയാണ് ഉള്ളിൽ തോന്നിപ്പിച്ചത് ഉദരത്തിലേക്ക് നോക്കാൻ. അപ്പോൾ ഭഗവാൻ ആ ആദിനാരായണ മൂർത്തി ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഉള്ളിൽ ഭഗവാന്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു കിടന്നിരുന്ന സകല തത്വങ്ങളും, അതായത് സകല സർവചരാചരങ്ങളെല്ലാം ഇളകി, അതിൻ്റെ സൂക്ഷ്മരൂപമൊക്കെ ഇളകി, ഭഗവാന്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ ഇളകി. അപ്പം അത് നോക്കാൻ ഭഗവാന് തോന്നിച്ചതും ആ കാലശക്തി, ഭഗവാനെ ഉണർത്തിയതും ആ കാലശക്തി, കർമ്മം ചെയ്യാൻ ഭഗവാനെ പ്രേരിപ്പിച്ചതും അതിനുള്ള ശക്തിയായതും ആ കാലശക്തി, ആ മായാശക്തിയാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഉണർന്നു. ഇപ്പോൾ അതിനുശേഷം ആ മായാശക്തിയിൽ വ്യതിചലനങ്ങൾ സംഭവിച്ച് മഹത്തത്വം, അഹങ്കാരം, അങ്ങനെ എല്ലാം ഉണ്ടായി. എല്ലാം ഉണ്ടായിട്ടാണ് ഇവിടെ വരെ ബ്രഹ്മാവ് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ കാലശക്തിയെക്കുറിച്ച് അങ്ങ്, കാലശക്തി എന്ന് വെച്ചാൽ ആ മായാശക്തിയെക്കുറിച്ച് അങ്ങ് പല പ്രാവശ്യമായി പറഞ്ഞു തന്നില്ലേ. അതുപോലെ ഇത് ഇപ്പോഴും അങ്ങ് പറഞ്ഞു, ആ മായ കാലശക്തിയുടെ ശക്തമായ പ്രവർത്തനത്താൽ പ്രളയജലം ഇളകി മറിഞ്ഞു, താമര ഇളകി, താനിരിക്കുന്ന താമര ഇളകി എന്നൊക്കെ അങ്ങ് പറഞ്ഞു. അതാണ് യഥാർത്ഥ, അങ്ങ് മുന്നേ പറഞ്ഞിരുന്നില്ലേ ആ കാലശക്തിയെക്കുറിച്ച്. ആ ഭഗവാൻ പരമാത്മാവ് പല പല രൂപങ്ങളും എടുത്ത് പല പല കർമ്മങ്ങൾ ചെയ്യാൻ എടുത്ത ഉപകരണമായി എടുത്ത് അതിന് സഹായിക്കാൻ തന്നിൽ തന്നെ ലയിച്ചിരുന്ന മായാശക്തിയെ ഉപയോഗിച്ചു എന്ന്, ഉപകരണമാക്കിയെന്ന്. ആ കാലശക്തിയുടെ മായാശക്തിയുടെ ലക്ഷണം എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നാലും എന്ന് വിദുരര് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്. അപ്പോൾ മൈത്രേയ മഹർഷി മറുപടി പറയാണ്,
ഗുണവ്യതികര ആകാരോ നിർവിശേഷ അപ്രതിഷ്ഠിത പുരുഷ തത് ഉപാദാനം ആത്മാനാം ലീലയാ അസൃജത്. ആ മായയെക്കുറിച്ച്, കാലശക്തിയെക്കുറിച്ച് പറയുകയാണ്. ഗുണവ്യതികര ആകാരോ നിർവിശേഷ അപ്രതിഷ്ഠിത പുരുഷ തത് ഉപാദാനമാത്മാനാം ലീലയാ അസൃജത്. ഗുണവ്യതികര ആകാര, സത്വരജതമോ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങളുടെ വ്യതിചലനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു രൂപം, ആകാരം, രൂപം, അതാണ് അതിൻ്റെ പ്രഭാവം കൊണ്ട്. യൂട്യൂബ് ക്യാമറയിൽ കൂടി നോക്കാമോ എന്ന്. അതായത് ഇപ്പോൾ ലൈവ് അപ്ഡേഷൻ ഇല്ല, നമുക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷനാണ് നാളെ യൂട്യൂബിൽ ഇടാം കേട്ടോ. ലൈവ് ഇല്ല ഇപ്പോൾ. അപ്പോൾ പറയുന്നത് സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനം, ആ വ്യതിചലനത്താൽ ആകാരഹ എന്ന് വെച്ചാൽ ഒരു രൂപം, അങ്ങനെ ആ വ്യതിചലനത്താൽ ഉണ്ടാകുന്ന രൂപം, അതാണ്. അപ്പോൾ ആ വ്യതിചലനം കൊണ്ടാണ്, ആ വ്യതിചലനമാണ് മായയുടെ പ്രഭാവം എന്ന് പറയുന്നത്. അതിനെ നിർവിശേഷ, നിങ്ങൾക്ക് അർത്ഥം അറിയാലോ, പ്രത്യേകിച്ച് എങ്ങനെ അതിനെ വിശേഷിപ്പിക്കാന്ന്. ഒരു വാക്കുകൊണ്ട് മായയെ വിശേഷിപ്പിക്കാൻ, കാലശക്തിയെ വിശേഷിപ്പിക്കാൻ പറഞ്ഞു തരാൻ പറ്റില്ല. അതുപോലെ അപ്രതിഷ്ഠിത, ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനും പറ്റില്ല ഈ കാലശക്തിയെന്ന്. അതായത് നമുക്കറിയാം കാലശക്തി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. കാലശക്തി എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങൾ, ഇതിങ്ങനെ വ്യതിചലനം, ഇതിൻ്റെ അനുപാതത്തിൽ വ്യതിചലനം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് സ്ഥിരമായി ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. ഈ സത്വരജ തമോ ഗുണങ്ങൾ സമാനമായി ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് മഹത്തത്വം. അപ്പോൾ മായയില്ല. സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യതിയാനമില്ലാതെ സമാനമായി ഇരിക്കുന്ന, ത്രിഗുണങ്ങൾ സമാനമായി ഇരിക്കുന്ന, തുല്യമായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മായയില്ല. മനസ്സിലായ? ത്രിഗുണങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചതാണ് മായാശക്തിയുടെ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ഥിരമായി ഉറച്ചു നിൽക്കില്ല. അപ്രതിഷ്ഠിത എന്ന് സ്ഥിരമായി അതിന് ചലനമില്ലാതെ ഉറച്ചു നിൽക്കില്ല. ഈ 3 ഗുണങ്ങൾക്ക് എപ്പോഴും ഈ വേരിയേഷൻ, ഈ വ്യതിചലനം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് സാക്ഷാൽ പരമാത്മാവിൻ്റെ ഉള്ളിൽ തന്നെ ലീനമായി കിടന്നിരുന്ന ശക്തിയാണ്. അവസാനം 1000 ചതുർയുഗങ്ങളുടെ ഒടുവിൽ ഈ കാലശക്തി, ഈ മായാശക്തി ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേരുകയും ചെയ്യും. ഇതിനെ പ്രത്യേകിച്ചൊരു പേരെടുത്ത് പറഞ്ഞു തരാൻ, വിശദീകരിക്കാൻ, വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്താനും സ്ഥിരമായ ഒരു സ്വഭാവവും കാലശക്തിക്കില്ല. മായ എപ്പോഴും ഇങ്ങനെ ചലനം, മായ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചം ആശ്രയിച്ചിരിക്കുന്നതും ഈ കാലശക്തിയെയാണ്. ഇതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. പുരുഷ, പരമപുരുഷനായ ബോധസ്വരൂപനായ ഭഗവാൻ തത് ഉപാദാനം, ഈ മായാശക്തിയെ ഉപകരണമാക്കിയിട്ടാണ് ആത്മാനം ലീലയാ അസൃജത്, തൻ്റെ തന്നെ ലീലയാകുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിച്ചത്. പരമപുരുഷനാകുന്ന, ബോധസ്വരൂപനാകുന്ന, അജ്ഞാനമാകുന്ന ഭഗവാൻ ഇച്ഛിക്കുകയാണ് എനിക്ക് എന്നെ അറിയണമെന്ന ആ ഇച്ഛയെ നിറവേറ്റാൻ തന്നിൽ തന്നെ ലയിച്ചു കിടന്നിരുന്ന മായയെ, ആ പ്രകൃതി ശക്തിയുടെ ദ്വൈതഭാവമാകുന്ന മായയെ ഉപയോഗിച്ച് ഉപകരണമാക്കി ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ ആ പുരുഷൻ നിർവഹിച്ചു. പരമപുരുഷൻ ആ ഭഗവാൻ നിർവഹിച്ചു. അപ്പം മായ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കാൻ കഴിയാത്തതും, ഒരു ശക്തി എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്തതും, എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്ന, എങ്ങനെയാണ് ആ ചലനം? സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനമാകുന്ന ചലനം, അതാണ് മായാശക്തിയുടെ പ്രഭാവം. ഈ മായയെ ഉപയോഗിച്ചാണ് പുരുഷനാകുന്ന ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിച്ചത്. ശ്ലോകം 12. വിശ്വം വൈ ബ്രഹ്മ തന്മാത്രം സ്ഥിതം വിഷ്ണുമായയാ ഈശ്വരേണ പരിച്ഛിന്നം കാലേന അവ്യക്തമൂർത്തിന. അവ്യക്തമൂർത്തിന, അവ്യക്തമായ മൂർത്തിയാണെന്ന് മായാശക്തി, അവ്യക്തമായ സ്വരൂപത്തോടു കൂടിയ ആ കാലേന, ആ കാലമെന്ന് വിളിക്കുന്ന വിഷ്ണുമായയാ, ആ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മായാശക്തി, അത് ബ്രഹ്മതന്മാത്രം, ഈ പ്രപഞ്ചമെല്ലാം ഒരു തന്മാത്ര രൂപത്തിൽ, സൂക്ഷ്മരൂപത്തിൽ, വിശ്വം മുഴുവനും സൂക്ഷ്മരൂപത്തിൽ സംസ്ഥിതം ഭഗവാനിലേക്ക് ലയിച്ചു കിടന്നപ്പോൾ ഈശ്വരേണ പരിച്ഛിന്നം, ആ ഭഗവാനിൽ നിന്നും അതിനെ വേർപ്പെടുത്തിയിട്ട്, പരിച്ഛിന്നം എന്ന് വെച്ചാൽ വേർപ്പെടുത്തിയിട്ട് അതിന് സ്ഥൂല രൂപം നൽകി പുറത്തേക്ക് പ്രദർശിപ്പിച്ചത് ഈ കാലശക്തി, മായശക്തിയാണ്. അതായത് ഭഗവാനിൽ മുഴുവൻ ലയിച്ചു കിടന്നിരുന്ന, സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു കിടന്നിരുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും
ഒരു ഉറുമ്പ് മുതൽ മനുഷ്യർ വരെയുള്ള സർവ്വചരാചരങ്ങളെയും മുഴുവൻ 14 ലോകങ്ങളെയും മുഴുവൻ പ്രപഞ്ചത്തെയും സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിച്ചു കിടന്നിരുന്ന അതിനെ ഭഗവാനിൽ നിന്ന് വേർപ്പെടുത്തി സ്ഥൂല രൂപത്തിൽ ശരീരരൂപത്തിൽ പുറത്തേക്ക് പ്രദർശിപ്പിച്ചത് ഈ അവ്യക്തമായ സ്വരൂപത്തോടുകൂടി ഇരിക്കുന്ന കാലം എന്ന് വിളിക്കുന്ന വിഷ്ണുമായ മായാശക്തിയാണ്. അതിന് കാരണം അതാണ് ആ പറയുന്നത്. ആ വിഷ്ണുമായ എന്ന മായാശക്തിയാലാണ് ഈ പ്രപഞ്ചം സൂക്ഷ്മരൂപത്തിൽ നിന്നും സ്ഥൂല രൂപത്തിലേക്ക് വന്നത്. എന്നിട്ട് പറയാണ് 13ാമത്തെ ശ്ലോകം, യഥാ ഇദാനീം തഥാ അഗ്രേ ച പശ്ചാത് അഭി ഏതത് ഈദൃശം. യഥാ ഇദാനീം, ഇപ്പോൾ നമ്മൾ കാണുന്ന എപ്രകാരമാണോ ഈ പ്രപഞ്ചം ഇരിക്കുന്നത്, തഥാ അഗ്രേ, അതുപോലെ ഇതിൻ്റെ മുന്നേയും അങ്ങനെയായിരുന്നു, ഇനി പശ്ചാത് അഭി, ഭാവിയിലും ഈ പ്രപഞ്ചം അങ്ങനെ തന്നെ. ഏതത് ഈ ദൃശ്യം, ഈ ഏതത് ഈ ദൃശ്യം എന്ന് വെച്ചാൽ ഇവയെല്ലാം ഒരേപോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കൽപ്പത്തിലും ഇനി അടുത്ത കൽപ്പത്തിലും ഒക്കെ എങ്ങനെയാണോ ഇപ്പം നിങ്ങൾ നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, മൈത്രേയ മഹർഷി വിദുരരോട് പറയണം, ഇപ്പം നീ ഈ പ്രപഞ്ചത്തെ കാണുന്നില്ലേ, ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായതും ഇനി ഇത് പശ്ചാത്തപിച്ച ഭാവിയിലും ഇനി വരാൻ പോകുന്ന കൽപ്പങ്ങളിലും ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതാണ് ആ പറഞ്ഞത്. യഥാ ഇദാനീം, ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ, തഥാ അഗ്രേ, അതുപോലെ തന്നെയാണ് മുന്നേയും, ഇനി വരാൻ പോകുന്ന പശ്ചാത്തപി എന്ന് വെച്ചാൽ ഇനി ഭാവിയിലും ഇതിങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ മായ ഉണർന്ന് മായയുടെ വ്യതിചലനം എന്ന് വെച്ചാൽ ത്രിഗുണങ്ങളുടെ വ്യതിചലനത്താലാണ് സർവപ്രപഞ്ചങ്ങളും സർവചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ബ്രഹ്മദേവൻ ആ ത്രിഗുണങ്ങളുടെ വ്യതിചലനത്താൽ സൃഷ്ടിച്ചതാണ് വിസർഗം എന്ന പേരിൽ ഉപസൃഷ്ടിയായിട്ട് പറയപ്പെടുന്നത്. ഇനി ശ്ലോകം 14. ഇനി അപ്പോൾ കാലശക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയാണ് ഇനി സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തിയത്. സർഗോ നവവിധ തസ്യ പ്രാകൃതോ വൈകൃതഃ തു യഹ കാലദ്രവ്യഗുണൈ അസ്യ ത്രിവിധഃ പ്രതിസംക്രമഃ. സർഗഃ സൃഷ്ടി, നവവിധ 9 വിധത്തിലാണ്, തസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ബ്രഹ്മദേവൻ 9 വിധത്തിലാണ് നടത്തിയത്. അത് പ്രാകൃതഃ വൈകൃതഃ, പ്രാകൃതമെന്നും വൈകൃതമെന്നും വിളിക്കപ്പെടുന്നു. യഹതു അതാകട്ടെ കാലദ്രവ്യ ഗുണൈ അസ്യ, കാലം ദ്രവ്യം ത്രിഗുണങ്ങൾ ഇവയുടെ സ്വാധീനത്താലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തിയത്. ഇനി ത്രിവിധ 3 വിധത്തിൽ പ്രതിസംക്രമ, ഇതിൻ്റെ സംഹാരവും നടക്കുന്നു. അപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മം നടത്തിയത് ആദ്യം 9 വിധത്തിലാണെന്ന്. നവവിധ 9 വിധത്തിൽ സൃഷ്ടിയെ നടത്തി. ഈ നടത്തിയ സൃഷ്ടിയെ 2 പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? പ്രാകൃതമെന്നും വൈകൃതമെന്നുമാണ് ആ സൃഷ്ടിയെ വിളിക്കുന്നത്. അത് മനസ്സിലായില്ലേ? 9 വിധത്തിലാണ് സൃഷ്ടി നടത്തിയത്. പ്രാകൃതമെന്നും വൈകൃതമെന്നുമാണ് ആ സൃഷ്ടിയെ വിളിക്കുന്നത്. ഇത് എന്തിൻ്റെ സ്വാധീനത്തിലാണ് നടത്തിയത്? കാലശക്തി, ദ്രവ്യം, അതുപോലെ ഗുണം എന്നിവയുടെ സ്വാധീനത്താലാണ് ഈ സൃഷ്ടിയെ നടത്തിയത്. ഇനി ഈ ഉണ്ടായ പ്രപഞ്ചത്തെ സംഹാരം, അതാണ് പ്രതിസംക്രമഃ, ഇതിൻ്റെ സംഹാരം നടത്തിയതും ത്രിവിധ 3 വിധത്തിലാണ്. ഇനി അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സംഹാരം നടത്തിയത് 3 വിധത്തിൽ. അതെങ്ങനെയൊക്കെയാണെന്ന് ഇനി പറയും. ഈ സൃഷ്ടിയെ നടത്തിയത് 9 വിധത്തിൽ. അത് സൃഷ്ടിയെ തന്നെ 2 പേരിലാണ് അറിയപ്പെടുന്നത്. അത് പ്രാകൃതമെന്നും വൈകൃതമെന്നും. അതെന്തിൻ്റെ സ്വാധീനത്തിൽ? കാലശക്തി, ദ്രവ്യം, ഗുണം. കാലശക്തി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ മായാശക്തിയുടെ സ്വാധീനത്താലും, അതുപോലെ ദ്രവ്യം എന്ന് വെച്ചാൽ സൃഷ്ടി നടക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ദ്രവ്യം വേണം, ഒരു ബീജം വേണം, അതിൽ നിന്നുമാണ് സൃഷ്ടി നടക്കുന്നത്. അതുപോലെ അദ്രവ്യ ശക്തിയുടെ സ്വാധീനം. ഇനി ഗുണം, ആ ത്രിഗുണങ്ങളുടെ വേരിയേഷൻ, ആ വ്യതിചലനം, ഇതിൽ കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ സൃഷ്ടിയെ നടത്തിയതും 9 വിധത്തിൽ. അതുപോലെ സംഹാരം നടക്കുന്നത് 3 വിധത്തിലുമാണ്. ഇനി അതെങ്ങനെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. ശ്ലോകം 15. ആദ്യത്തെ സൃഷ്ടി. അപ്പോൾ 9 വിധത്തിലാണ് സൃഷ്ടി നടത്തിയത്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യഃ തു മഹദഃ സർഗോ ഗുണവൈഷമ്യമാത്മനഃ, ദ്വിതീയഃ തു അഹമഃ യത്ര ദ്രവ്യജ്ഞാനക്രിയോദയഃ. ആദ്യമായി മഹദഃ, മഹത്തത്വമാണ് സർഗഃ ഉണ്ടായത്. മഹത്തത്വം എന്താണെന്ന് നമുക്ക് ഇനി ഇവിടെ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് ശരിക്കും മനസ്സിലാക്കി. ആ പരമപുരുഷനായ പരമാത്മാവ്, ബോധസ്വരൂപവും പ്രകൃതി ശക്തിയും കൂടി ചേർന്ന പരമാത്മാവ്, മഹത്തത്വം അതിൽ നിന്നും ആദ്യം ഉണ്ടായത്
മഹത്തത്വമാണ്. മഹത്തത്വത്തിൻ്റെ പ്രത്യേകത അവബോധമാണത്. അതായത് ഞാൻ ആ പരമാത്മാവിന് ആദ്യം തോന്നുന്നത് ഞാൻ പരമാത്മാവാണ്, എന്നിൽ പരമമായ ജ്ഞാനവും പ്രകൃതി എന്ന ശക്തിയും, ജ്ഞാനവും ശക്തിയും, ജ്ഞാനമുണ്ടെങ്കിൽ ശക്തിയുണ്ടെങ്കിലാണ് പുറത്തേക്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ജ്ഞാനവും ശക്തിയും കൂടിച്ചേർന്ന പരമാത്മാവാണ് ഞാൻ എന്ന അവബോധമാണ് ആദ്യം ആ പരമാത്മാവിനുണ്ടായത്. അതാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ഈ മഹത്തത്വം എന്ന് പറയുന്ന സമയത്ത് മായയില്ല. കാരണം ഈ സമയത്ത് സത്വരജ തമോ ഗുണങ്ങൾ സമാന അവസ്ഥയിൽ നിൽക്കുകയാണ്, വ്യതിചലനമില്ലാതെ തുല്യമായ അനുപാതത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് മായ പ്രവർത്തിക്കുന്നില്ല. ആ സമാന അവസ്ഥയിൽ മായയില്ലാത്ത, മായ ഉണരാത്ത അവസ്ഥയാണത്. സത്വരജ തമോ ഗുണങ്ങൾ സമാന അവസ്ഥയിലിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഇതിനെ അവബോധം എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇതിനെ മഹത്തത്വം എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടായത് ഈ മഹത്തത്വം. ഇനി രണ്ടാമത് ഗുണവൈഷമ്യം ആത്മന. അതേ തത്വം, അപ്പം ആ മഹത്തത്വത്തിൽ നിന്നും ആ പ്രകൃതി, ഞാൻ പ്രകൃതി എന്ന ശക്തിയും ജ്ഞാനവും ചേർന്നതാണ് എന്ന അവബോധമാണ് ആദ്യം ഉണ്ടായത്. അതാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അതിലെ തന്നെ ആ പ്രകൃതി ശക്തിയിലെ ഗുണവൈഷമ്യം, മായയിലുള്ള സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യതിചലനമുണ്ടായപ്പോൾ ദ്വിതീയ, രണ്ടാമതായി അഹം എന്ന തത്വം, അഹങ്കാര തത്വം ഉണ്ടായി. മനസ്സിലായില്ലേ? അതിനുശേഷം ആ സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചപ്പോൾ ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ വരാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും അഹങ്കാര തത്വം ഉണ്ടായി. യത്ര, അതിൽ നിന്നും ദ്രവ്യജ്ഞാന ക്രിയോദയ, ദ്രവ്യങ്ങൾ, ജ്ഞാനം, ക്രിയ, കർമ്മങ്ങളും എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായത്. ഈ അഹങ്കാര തത്വത്തിൽ നിന്നാണ് ദ്രവ്യങ്ങൾ, ജ്ഞാനം, കർമ്മം ഇവയൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് നമുക്കറിയാം. ഈ അഹങ്കാര തത്വം തന്നെ മൂന്നായി പിരിഞ്ഞിട്ടുണ്ട്. സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരം. അങ്ങനെ 3 അഹങ്കാരങ്ങളായി പിരിഞ്ഞു. അതിൽ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ദേവന്മാരാണ് ഉണ്ടായത്. രാജസിക അഹങ്കാരത്തിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടായി. ഇനി താമസിക അഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. അത് നമുക്കറിയാം. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്നുമാണ് ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്ന് പറയുന്നത്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, ജ്ഞാനം എന്ന് വെച്ചാൽ ആ അറിവ്, ആ ജ്ഞാനം, പുറമേ നിന്നുള്ള അറിവ് സമ്പാദിക്കുക, ജ്ഞാനം നേടുക. ക്രിയ എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുക. ഇതൊക്കെ ഉണ്ടായത് ഈ അഹങ്കാര തത്വത്തിലെ സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരത്തിൽ നിന്നുമാണ് ഇവയൊക്കെ ഉണ്ടായത്. അതാണ് പറഞ്ഞത്. അപ്പം 2 എണ്ണം ഉണ്ടായി, മഹത്തത്വവും അഹങ്കാരവും. ഇനി മൂന്നാമത് ശ്ലോകം 16. ഭൂതസർഗ തൃതീയ തു തന്മാത്രോ ദ്രവ്യശക്തിമാൻ ചതുർത്ഥ ഐന്ദ്രിയ സർഗോ യഹത്തു ജ്ഞാനക്രിയാത്മക. ഭൂതസർഗ, അതായത് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയാണ് തൃതീയ, മൂന്നാമതായി ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം, തൊട്ടുമുന്നത്തെ അഹങ്കാര തത്വത്തിലെ തമോ ഗുണത്തിൽ നിന്നുമാണ്, താമസിക അഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ താമസിക അഹങ്കാരത്തിൽ നിന്നും മൂന്നാമതായി പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. തന്മാത്രോ ദ്രവ്യശക്തിമാൻ, ദ്രവ്യങ്ങളെ സൃഷ്ടിക്കാൻ ശക്തിയുള്ള തന്മാത്രകളാണ് ഉണ്ടായത്. പഞ്ചഭൂതങ്ങളിലെ ദ്രവ്യങ്ങളെ സൃഷ്ടിക്കാൻ ശക്തിയുള്ള തന്മാത്രകളാണ് ആദ്യം ഉണ്ടായത്. അത് ഏതാണെന്ന് നമുക്കറിയാം. ഏറ്റവും ആദ്യം ഉണ്ടായത് ഓം എന്ന പ്രണയമന്ത്രം. ആ, ഊ, മ്, ഈ 3 ശബ്ദങ്ങൾ കൂടിച്ചേർന്ന ഓം എന്ന പ്രണവമന്ത്രമാണ് ഏറ്റവും ആദ്യം ഉണ്ടായ ഓംകാരം. ആ ശബ്ദ തന്മാത്രയിൽ നിന്നും ആകാശത്തിൻ്റെ തന്മാത്രകൾ ഉണ്ടായി. അങ്ങനെയാണ് ആകാശം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, തന്മാത്ര ദ്രവ്യശക്തിമാൻ, ദ്രവ്യത്തെ സൃഷ്ടിക്കാൻ ശക്തിയുള്ള തന്മാത്രകളുടെ രൂപത്തിൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്ന്. അപ്പോൾ ആദ്യം ഓംകാര ശബ്ദത്തിൽ നിന്നും ആകാശമുണ്ടായി. അതിനുശേഷം ഓംകാര ശബ്ദം, ആ ശബ്ദ തന്മാത്രയിൽ വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ട് സ്പർശത്തിൻ്റെ തന്മാത്രയുണ്ടായപ്പോൾ വായു, കാറ്റുണ്ടായി. അതിനുശേഷം അതിൽ നിന്നും വ്യതിചലനം സംഭവിച്ചിട്ട് രൂപത്തിൻ്റെ തന്മാത്രയുണ്ടായപ്പോൾ അഗ്നി ഉണ്ടായി. അതിനുശേഷം അതിനും വ്യതിചലനം സംഭവിച്ച് രസത്തിൻ്റെ തന്മാത്രയുണ്ടായപ്പോൾ ജലമുണ്ടായി. അതിൽ നിന്നും വ്യതിചലനം സംഭവിച്ച് ഗന്ധത്തിൻ്റെ തന്മാത്രയുണ്ടായപ്പോൾ ഭൂമിയുണ്ടായി. അങ്ങനെയാണ് തന്മാത്രകളിലൂടെ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് മൂന്നാമതായി നടന്ന സൃഷ്ടി. ഇനി ചതുർത്ഥ, നാലാമതായി ഐന്ദ്രിയ സർഗ. ഇന്ദ്രിയങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, 5 പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേര് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇനി 5 കർമ്മേന്ദ്രിയങ്ങൾ. അങ്ങനെ 10 ഇന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് വിളിക്കാൻ കാരണം എന്താ? നമ്മൾ ഈ പ്രപഞ്ചത്തെ
ഞാൻ ഇതാണ് എന്നൊക്കെ നമ്മൾ അറിയുന്നത്, ആ അറിവ് നമുക്ക് കിട്ടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് അല്ലേ. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, പ്രപഞ്ചം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതിനെയാണ് പ്രപഞ്ചം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, അതുകൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിവ് നേടുന്നത്. കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചുമാണ് നമ്മൾ ഈ പ്രപഞ്ചം, ഭൂമി, ഇത് ഞാൻ, അത് ഇത് എല്ലാം നമ്മൾ അറിവ് നേടുന്നത്. ഈ നേടിയ അറിവിലൂടെ മനസ്സുപയോഗിച്ച് ചിന്തിക്കുന്നതാണ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു ഒഴുക്കാണ് അത്. അപ്പോൾ ആ പഞ്ചേന്ദ്രിയങ്ങൾ, അതാണ് പറഞ്ഞത്, ആ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ് ചതുർത്ഥ, നാലാമതായി സംഭവിച്ചത്. യഹാതു, അതാകട്ടെ ജ്ഞാനക്രിയാത്മക, അതിലൂടെയാണ് ജ്ഞാനവും ക്രിയകളും കർമ്മങ്ങളും ഇവയുടെ സ്വാധീനത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത്. അപ്പോൾ കർമ്മങ്ങളും ക്രിയകളും അറിയാലോ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനവും കർമ്മേന്ദ്രിയങ്ങളിലൂടെ ക്രിയകളും കർമ്മങ്ങളും എന്നിവയൊക്കെ ഉണ്ടായി. ഇനി ശ്ലോകം 17. അപ്പോൾ ഇത് അഹങ്കാര തത്വത്തിലെ രാജസിക അഹങ്കാരത്തിൽ നിന്നാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായത്. താമസിക അഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളും. അപ്പോൾ ആദ്യത്തെ 4 സൃഷ്ടി മനസ്സിലായില്ലേ? ഒന്നാമതായി മഹത്തത്വം, രണ്ടാമതായി അഹങ്കാരതത്വം, മൂന്നാമതായി പഞ്ചഭൂതങ്ങൾ, നാലാമതായി പഞ്ചേന്ദ്രിയങ്ങൾ. ഇനി അഞ്ചാമതായിട്ട് ആ അഹങ്കാര തത്വത്തിലെ സാത്വിക അഹങ്കാരം ഉണ്ടല്ലോ, ഏറ്റവും ആദ്യത്തെ, അതിൽ നിന്ന് എന്താണ് ഉണ്ടായത്? വൈകാരിക ദേവസർഗ പഞ്ചമോ യത്മയം മനഃ ഷഷ്ടഃ തു തമസസ്സർഗോ യഃ തു അബുദ്ധികൃത പ്രഭോ. വൈകാരിക, സാത്വികമായ അഹങ്കാരത്തിൽ നിന്നും, ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ദേവസർഗ, ദേവന്മാരുടെ സൃഷ്ടിയാണ് ഉണ്ടായത്. പഞ്ചമം, അഞ്ചാമതായിട്ട് യത്മയം മനഃ, യത്മയം മനഃ എന്ന് വെച്ചാൽ അതോടൊപ്പം മനസ്സും ഉണ്ടായി എന്ന്. അപ്പോൾ അഞ്ചാമതായിട്ട് ആ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഈ പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ടായി, അതോടൊപ്പം മനസ്സും ഉണ്ടായി. അപ്പോൾ അഞ്ചാമത്തെ സൃഷ്ടി എന്താണെന്ന് മനസ്സിലായി. ഇനി ഷഷ്ടഃ തു, ആറാമതായിട്ട് യഹതു, ഇപ്പോൾ ഈ ഉണ്ടായ 5 എണ്ണം ഉണ്ടല്ലോ, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും സൃഷ്ടി, അഞ്ചാമതായിട്ട് ഇവയുടെയൊക്കെ നിയന്ത്രിക്കുന്ന ദേവന്മാരുടെ സൃഷ്ടി എന്ന് പറഞ്ഞില്ലേ. ഈ 5 സൃഷ്ടിയെയും അബുദ്ധികൃത, ബുദ്ധിയിൽ നിന്ന് മറയ്ക്കുക, ബുദ്ധിയിൽ വരുത്താതെ, നമ്മുടെ ബോധത്തിലേക്ക് വരുത്താതെ ബുദ്ധിയിൽ നിന്ന് മറയ്ക്കുന്ന തമസഹ സർഗ, അന്ധകാരം, അറിവില്ലായ്മയുടെ, അജ്ഞാനത്തെ, ആ അറിവില്ലായ്മയെയാണ് സൃഷ്ടിച്ചത് ആറാമതായി. അതാണ് ഷഷ്ടഃ തു, ആറാമതായിട്ട്. പ്രഭോ എന്ന് വെച്ചാൽ അല്ലയോ പ്രഭോ, അതായത് വിദുരരെ വിളിക്കുകയാണ് മൈത്രേയ മഹർഷി. അപ്പം അഞ്ചാമതായിട്ട് ദേവന്മാരെയും സൃഷ്ടിച്ചു. ആറാമതായിട്ട് ഈ ആദ്യത്തെ 5 സൃഷ്ടികളുണ്ടല്ലോ, ഇതുവരെയുള്ള സൃഷ്ടികളെ കുറിച്ചുള്ള ആ അറിവ് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാൻ ബുദ്ധിയിലേക്ക് വരാത്ത രീതിയിൽ അതിനെ മറയ്ക്കുന്ന ആ ഒരു അറിവില്ലായ്മ, അജ്ഞാനത്തെ തന്നെയാണ് ഭഗവാൻ ആറാമതായിട്ട് സൃഷ്ടിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഭഗവത് പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഞാൻ എന്ന അഹങ്കാരമില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കും. സർവ്വജനങ്ങളും മോക്ഷത്തെ പ്രാപിച്ചു പോയ പ്രപഞ്ചം നിലനിൽക്കുമോ? പ്രപഞ്ചം നിലനിൽക്കുന്നത് എങ്ങനെയാ? പുനർജന്മം, ജനന മരണത്തിൻ്റെ ചക്രം, ആ പുനർജന്മത്തിൽ പെടുന്നതിലൂടെയാണ് പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ടാകുന്നത്. അപ്പോഴാണ് മായയ്ക്ക് നിലനിൽപ്പുണ്ടാകുന്നത്. അപ്പോൾ മായ എന്ന ശക്തി പരമാവധി എല്ലാവരുടെയും ബുദ്ധിയിൽ നിന്നും ഈ ശരിയായ തത്വത്തെ അങ്ങ് മറച്ച് നമ്മളെ മായയിൽ അങ്ങ് പെടുത്തിക്കളയും. അതിനാണ് അറിവില്ലായ്മ, അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെയും അതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഇല്ലെങ്കിൽ എല്ലാവരും ഈ ജ്ഞാനം നേടി ആ പരമാത്മാവിൽ നിന്ന്, എൻ്റെ അസ്തിത്വം പരമാത്മാവാണ്, ഭഗവാനാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെയാണ് ലയിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും അതിനായിട്ടുള്ള ബ്രഹ്മാവ് ഏത് വഴിയിലൂടെയാണോ കർമ്മം ചെയ്യുന്നത് എന്ന ആ കർമ്മമാർഗത്തെ സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരും മോക്ഷം നേടും. അപ്പോൾ പിന്നെ പ്രപഞ്ചം ഇല്ല, അപ്പോൾ പുനർജന്മങ്ങൾ ഉണ്ടാവില്ല. പുനർജന്മം ഉണ്ടാവണമെങ്കിൽ മായയിൽ പെടണം. മായയിൽ കിടന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് എല്ലാ കർമ്മങ്ങളും ഞാനെന്ന ഭാവത്തോടെ ചെയ്ത് അതിന് പ്രതികർമ്മങ്ങൾ, കർമ്മഫലം അതിനുണ്ടാവുകയും ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ പുനർജന്മങ്ങൾ ആവശ്യമായി വരികയും ചെയ്യും. പുനർജന്മങ്ങൾ വരുമ്പോഴാണ് പ്രപഞ്ചത്തിന് ഈ 1000 ചതുർയുഗം പൂർത്തിയാക്കണ്ടേ, നിലനിൽപ്പുണ്ടാവണ്ടേ, സൃഷ്ടികർമ്മം നടക്കണ്ടേ ബ്രഹ്മാവിന്. അതിന് അന്ധകാരം വേണം. എന്തിൻ്റെ? അറിവില്ലായ്മയുടെ.
അജ്ഞാനത്തിലിരിക്കുമ്പോഴാണ് പുനർജന്മങ്ങളും കർമ്മഫലങ്ങളും പേറേണ്ടി വരുന്നത്. അപ്പം അതുകൊണ്ട് ആറാമതായി സൃഷ്ടിച്ചത് ഇതിനെയൊക്കെ ആദ്യത്തെ 5 സൃഷ്ടിയെയും പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് മറയ്ക്കുന്നതിനായി ഒരു അജ്ഞാനത്തെയും അവിദ്യയെയും ഭഗവാൻ തന്നെ ആറാമതായി ആ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. അപ്പം ആ അവിദ്യ കൂടി വന്നാലാണ് മായയ്ക്ക് പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. അങ്ങനെയാണ് 6 വരെയുള്ള സൃഷ്ടികൾ. ഇനി 18ാമത്തെ ശ്ലോകം. ഷഡ് ഇമേ പ്രാകൃത സർഗ വൈകൃതാൻ അഭിമേ ശൃണു രജോ ഭാജോ രജഹ ഭാജോ ഭഗവതോ ലീല ഇയം ഹരിമേധസഹ. ഷഡ് ഇമേ, അതായത് ഈ ഇപ്പോൾ പറഞ്ഞ ഈ 6 സൃഷ്ടിയും പ്രാകൃത സർഗം നമ്മൾ ആദ്യം കേട്ടല്ലോ. ഈ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് 9 വിധത്തിലാണ് സൃഷ്ടി നടത്തിയത്. അതിനെ പ്രാകൃതമെന്നും വൈകൃതമെന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഈ 6 സൃഷ്ടികളാണ് പ്രാകൃത സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഇനി വൈകൃതാനഭി, വൈകൃത സൃഷ്ടിയെക്കുറിച്ച് മേ ശൃണു, ഞാൻ പറയുന്നത് നീ ശ്രവിച്ചോളൂ എന്ന് മൈത്രേയ മഹർഷി പറയാണ് വിതുരരോട്. ആദ്യത്തെ 6 ഇപ്പം ഈ അവിദ്യ വരെയുള്ള സൃഷ്ടി, ഇതാണ് 6 സൃഷ്ടി. ഈ 6 സൃഷ്ടിയെ, ഇതുവരെയുള്ള സൃഷ്ടിയാണ് പ്രാകൃത സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഇനി വൈകൃത സൃഷ്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, അത് ശ്രവിച്ചോളൂ. എന്നിട്ട് പറയാണ് ഹരിമേധസ, ഭഗവാൻ ശ്രീഹരിയുടെ മേധസ എന്ന് വെച്ചാൽ ആ ബുദ്ധിയെ ഉപയോഗിച്ച്, ആ ബുദ്ധിയിൽ നിന്നുകൊണ്ട്, ആ തന്ന പ്രചോദിതമായ അറിവിൽ നിന്ന് രാജഹ ബാജോ, രജോ ബാജോ എന്ന് വെച്ചാൽ രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ബ്രഹ്മാവ് ഉണ്ടായി. ഭഗവതഃ ലീലയായിയം, ആ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയാണ് വൈകൃത സൃഷ്ടി എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ ഒരു ലീല തന്നെയാകുന്നു ഈ വൈകൃത സൃഷ്ടിയും. അപ്പം അതാണ് പറയുന്നത് ഹരിമേധസ, ഭഗവാൻ നൽകിയ പ്രചോദിതമായ ബുദ്ധിയിൽ നിന്ന് രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ, ത്രിഗുണങ്ങളുടെ വ്യതിചലനത്തിൽ രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ട് ആ ബ്രഹ്മാവിനാൽ ഭഗവാൻ നടത്തിയ സൃഷ്ടി, അത് ഭഗവാന്റെ തന്നെ ഒരു ലീലയായിരുന്നു. ആ ലീലയാകുന്ന സൃഷ്ടിയെയാണ് വൈകൃതാൻ അഭി, വൈകൃത സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ആ സൃഷ്ടി എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് ശനിയാഴ്ച അടുത്ത ദിവസത്തെ സത്സംഗത്തിൽ പറയാം. അപ്പം ഇന്ന് ഇത്രയും മതി. അപ്പം ബ്രഹ്മദേവൻ്റെ സൃഷ്ടി, വിതുരര് മൈത്രേയ മഹർഷിയോട് ബ്രഹ്മാവ് ഇങ്ങനെയാണ് ആ സൃഷ്ടികർമ്മം നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ മൈത്രേയ മഹർഷി സന്തോഷത്തോടെ അതിനുള്ള മറുപടി കൊടുക്കുകയാണ്. ആദ്യം ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്താനുള്ളത് ആ അറിവ് കിട്ടാൻ വേണ്ടി 100 ദിവ്യവർഷം തപസ് ചെയ്തു, മനസ്സ് ഏകാഗ്രമാക്കി. ആ തപസ് നേടിയ അറിവിൽ നിൽക്കുമ്പോഴാണ് കണ്ടത് താനിരിക്കുന്ന താമരയും ഈ പ്രളയജലവും ഇളകിമറിയുന്ന ഒരു ശക്തമായ കാറ്റ്, കാലശക്തിയുടെ പ്രവർത്തനത്താൽ സംഭവിക്കുന്നത്. അപ്പോൾ 100 വർഷത്തെ തപസ്സിനാൽ നേടിയ ജ്ഞാനം വിജ്ഞാനമായി നിൽക്കുന്ന ശക്തിയാൽ ആ ബ്രഹ്മദേവൻ ആ വായുവിനെയും ആ പ്രളയജലത്തെയും പാനം ചെയ്ത് തന്നിലേക്ക് ലയിപ്പിച്ചു. ശാന്തമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ബ്രഹ്മാവ് കണ്ടത് താൻ സ്ഥിതി ചെയ്യുന്ന പത്മം ആകാശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന രീതിയിൽ. അപ്പോഴാണ് ആ പത്മത്തിനുള്ളിൽ മുഴുവൻ പ്രപഞ്ചവും ലീനമായിരിക്കുന്നു, സൂക്ഷ്മരൂപത്തിൽ ലീനമായിരിക്കുന്നത് കണ്ടത്. ഇനി അതിനെ പുറത്തേക്ക് ഒരു സ്ഥൂല രൂപം നൽകി പ്രദർശിപ്പിക്കുകയാണ് താൻ ചെയ്യേണ്ട സൃഷ്ടി എന്ന് ബ്രഹ്മദേവൻ ചിന്തിച്ചു. അങ്ങനെയാണ് അദ്ദേഹം സൃഷ്ടികർമ്മം നടത്താനായിട്ട് ആരംഭിച്ചത്. അപ്പോഴാണ് വിതുരർ ചോദിക്കുന്നത്, അപ്പോൾ ഈ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് കാലശക്തിയുടെ പ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഈ മായയുടെ പ്രവർത്തനം, കാലശക്തി എന്ന? അത് വിശേഷിപ്പിക്കാൻ കഴിയാത്ത, ഒരു സ്ഥിരമായി നിൽക്കാത്ത, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നൊരു ശക്തിയാണ്. ആ പരമപുരുഷൻ ഈ കാലമെന്ന മായാശക്തിയെ ഉപയോഗിച്ചാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്തത്. പരമാത്മാവിലേക്ക് ലയിച്ചു കിടന്നിരുന്ന സൂക്ഷ്മരൂപത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും ഒരു സ്ഥൂല രൂപം നൽകി പുറത്തേക്ക് പ്രദർശിപ്പിച്ചത്, ഭഗവാനിൽ നിന്നും വേർപ്പെടുത്തി ഒരു സ്ഥൂല രൂപം നൽകി പുറത്തേക്ക് പ്രദർശിപ്പിച്ചത് ഈ മായാശക്തിയാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ രൂപം കണ്ണാടിയിൽ കാണുമ്പോൾ ആ കണ്ണാടി എന്ന് പറയുന്നതാണ് ഈ മായ. കണ്ണാടിയുടെ ഇളക്കം കൊണ്ടാണ് നമ്മുടെ രൂപം, പ്രതിബിംബം കിടന്ന് ഇളകുന്നത്. പുറത്ത് നിൽക്കുന്ന യഥാരൂപത്തിൽ നിൽക്കുന്ന നമ്മൾ അനങ്ങാതെ നിൽക്കുന്നു, പക്ഷെ പ്രതിബിംബം അനങ്ങുന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ ഇളക്കം കൊണ്ടാണ്. അപ്പോൾ അതാണ് മായ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു. അതിനുശേഷം
അങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടിയെ ആരംഭിച്ചു. അങ്ങനെ സൃഷ്ടി ആരംഭിച്ചപ്പോൾ 9 വിധത്തിൽ സൃഷ്ടി നടത്തി. അതും അതിനെ പ്രാകൃത സൃഷ്ടി എന്നും വൈകൃത സൃഷ്ടി എന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇത് കാലശക്തിയുടെ സ്വാധീനത്താലും ദ്രവ്യങ്ങളുടെ സ്വാധീനത്താലും ത്രിഗുണങ്ങളുടെ സ്വാധീനത്താലാണ് ഇത് നടത്തിയത്. ഇനി ഈ പ്രപഞ്ചത്തിൻ്റെ സംഹാരം 3 വിധത്തിലാണ് നടത്തിയത്. ഇനി അതിനെക്കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു. ആദ്യം മഹത്തത്വമുണ്ടായി. ആ സമയത്ത് ത്രിഗുണങ്ങൾക്ക് വ്യതിചലനമില്ല, അതൊരു അവബോധമാണ്, മായയില്ല. പിന്നെ അതിലെ ത്രിഗുണങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചപ്പോൾ അഹങ്കാരതത്വമുണ്ടായി. അവിടെ സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരം. അതിലെ താമസിക അഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങൾ, രാജസിക അഹങ്കാരത്തിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ദേവന്മാർ. അങ്ങനെ 5 സൃഷ്ടികൾ, ആദ്യത്തെ 5 സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതിനെയൊക്കെ ഈ അറിവിനെ നമ്മളുടെ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും മറയ്ക്കുന്ന അറിവില്ലായ്മ എന്ന അജ്ഞാനത്തെ 6ാമതായി സൃഷ്ടിച്ചു. ഈ 6 സൃഷ്ടികളെയാണ് പ്രാകൃത സൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഇനി വൈകൃത സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാൻ നൽകിയ പ്രചോദിതമായ ബുദ്ധിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ തന്നെ ആ മായയുടെ രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടികർമ്മം, ഭഗവാന്റെ തന്നെ മറ്റൊരു ലീല, അതാണ് വൈകൃത സൃഷ്ടി എന്ന് വിളിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇനി 7ാമത്തെ ബ്രഹ്മദേവന്റെ 9 വിധത്തിൽ സൃഷ്ടി നടത്തിയതിൽ 7ാമത്തെയാണ് ഇനി പറയാൻ പോകുന്നത്. 7ാമത് തൊട്ടിട്ടാണ് വൈകൃത സൃഷ്ടി സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്കിനി ശനിയാഴ്ച നോക്കാം.